നമസ്കാരം. ദുരന്തങ്ങൾ നമ്മളെ ഒരുപാട് തേടി വന്നിട്ടുണ്ട്. വയനാട് ലാൻഡ് സ്ലൈഡൊക്കെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അതിന്റെ ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ കരകയറിയിട്ടില്ല. കരകയറാൻ തുടങ്ങിയിട്ടില്ല, പിന്നെയല്ലേ കരകയറുന്നത്. പക്ഷെ അതിനു മുമ്പ് അർജുൻ, ശിരൂരിൽ ഒരു അർജുന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. മലയാളികളിൽ ഒരാൾ, അനേകം പേരിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ അനേകം പേരിൽ ഒരാൾ. പക്ഷെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ മാധ്യമ ലോകം ഇവിടെ നിന്ന് ശിരൂരിൽ പോയി ആഴ്ചകളോളം അവിടെ തമ്പടിച്ചു. ഏതാണ്ട് 72 ദിവസത്തോളം നിരന്തരം വാർത്ത ചെയ്തു ഒരു വ്യക്തിക്ക് വേണ്ടി. വയനാട്ടിൽ എന്നാൽ അത്ര കണ്ട് അങ്ങോട്ട് പോയില്ല. വയനാടിന്റെ ദുരന്തം, അവിടെ മരിച്ച മരണസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇത്രയൊന്നും ചെയ്താൽ പോരാ. അവിടെ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് വേണ്ടി മീഡിയകൾ ശബ്ദിക്കുന്നേ ഇല്ല. ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ മാധ്യമ ലോകത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ്? എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റ് ചാനലുകളൊക്കെ ഇങ്ങനെ പ്രതികരിക്കാത്തത് എന്നാണ് ആലോചിക്കുന്നത്. അറിയാമല്ലോ, ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഒരു വലിയ ദുഃഖകരമായ ഒരു വാർത്ത. ഉറങ്ങിക്കിടന്ന ഏതാനും പേരുടെ മേലെ കൂടി തടി കയറ്റി വന്ന ലോറി കടന്നുപോയി. 5-6 പേര് അതിൽ മരണപ്പെട്ടു. അതിലേറെ പേർക്ക് അംഗഭംഗം വന്നു. വളരെ വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. തടി കയറ്റിയ ലോറിയാണ് കടന്നുപോയത്. അതിൽ പരിക്ക് പറ്റിയവർക്ക് മരണത്തേക്കാൾ അപ്പുറമാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ഭീകരമാണ്. അത്രയും വലിയ ഒരു ദുരന്തം നടന്നിട്ട്, ഒരു വലിയൊരു വിഷയം നടന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വേണ്ടത്ര വാർത്ത കൊടുക്കാത്തത് എന്ന് ചിന്തിക്കുന്നില്ല. ഇവിടെ ചാനൽ ചർച്ചകൾ നിർത്തിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ ആരും നടത്തുന്നില്ല. ന്യൂസ് അവറുകൾ, വ്യൂസ് അവറുകളൊന്നും അതിനൊന്നും ആരും ഉപയോഗപ്പെടുത്തുന്നില്ല. മുഖ്യധാര മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ഒരു അപകടം ഒരു വലിയൊരു വാർത്തയായി കാണുന്നേ ഇല്ല. എന്തേ? അവിടെ മരണപ്പെട്ടവരുടെ ജീവൻ എന്ത് വിലപ്പെട്ടതല്ലേ? അർജുൻ എന്ന ഒരു വ്യക്തി ശിരൂരിൽ മരണപ്പെട്ടപ്പോ അത് കർണാടക ആയതുകൊണ്ടാണോ, മറ്റുള്ളവരെ ഇവിടുത്തെ സർക്കാരിനെ ഒക്കെ പൊങ്കാലയിടാൻ ഒരു അവസരം ഉള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ന്യൂസ് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഉള്ള ന്യൂസ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് റേറ്റിംഗിൽ നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് കരുതിയിട്ട് നേരെ ശിരൂരിലേക്ക് വെച്ചു പിടിച്ചതാണോ? ഇവിടെ ആവശ്യത്തിലും അതിലധികം ന്യൂസും അന്തിച്ചർച്ചയ്ക്കുള്ള വിഷയം ഉള്ളത് കൊണ്ടാണോ ഇവിടെ ഇത്രയും പേര് മരണപ്പെട്ടിട്ട് ഈ ദുരന്തം ഉണ്ടായിട്ട് ഇവിടുത്തെ മീഡിയകളൊന്നും മിണ്ടാത്തത്? എന്തൊരു കഷ്ടമാണ്. സൗകര്യപൂർവ്വം വാർത്തകൾ മറക്കാനും കഴിയുന്ന മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് പേർ, അവരെങ്കിലും ഇതൊന്ന് പുറത്തു കൊണ്ടുവരണം. ഈ വാർത്തകൾ ചർച്ച ചെയ്യപ്പെടണം. നമുക്കറിയാമല്ലോ, KSRTC ഡ്രൈവർ യദുവിന്റെ വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് കൊണ്ട് മാത്രമാണ് അത് അത്രയധികം വിഷയമായതും സച്ചിൻ ദേവിന്റെ മന്ത്രിസ്ഥാനം പോലും നഷ്ടപ്പെട്ടതും. അതായത് സച്ചിൻ ദേവിന്റെ കപ്പിനും ചുണ്ടിനും ഇടയിൽ നിന്നതാണ് ആ മന്ത്രിസ്ഥാനം. അത്രത്തോളം പ്രതിഷേധം കേരളത്തിലെ ജനത ഒന്നടങ്കം നടത്തിയത് കൊണ്ട് മാത്രമാണ് ആ മന്ത്രിസ്ഥാനം കൊടുക്കാതെ നിന്നത്. ആ പ്രതിഷേധത്തിനിടയിൽ ആ മന്ത്രിസ്ഥാനം കൊടുത്താൽ ഒരു പക്ഷേ സർക്കാരിന് വലിയ ക്ഷീണമാവും എന്ന് സർക്കാർ മനസ്സിലാക്കിയത്. PP ദിവ്യയുടെ കേസ് നമുക്കറിയാം. നവീൻ ബാബുവിന്റെ മരണശേഷം ഉണ്ടായ വാർത്ത, ആ വാർത്തയും വലിയ വാർത്തയാണ്. ഒരു നവീൻ ബാബുവും ഒരു സിദ്ധാർത്ഥും അതുപോലെ ഒരു അർജുനും ഒക്കെ മരണപ്പെട്ടപ്പോ, അത് മരണമോ കൊലപാതകമോ ഏതോ ആയിക്കോട്ടെ, ഒരു വ്യക്തി മരണപ്പെട്ടപ്പോ നമ്മുടെ മാധ്യമങ്ങൾ എത്ര കണ്ട് പരിതപിച്ചു, വിഷമിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നത് അവർ ഈ മരണങ്ങൾ ആഘോഷിക്കുകയായിരുന്നു എന്നാണ്. ഈ മരണത്തിലുണ്ടായ സങ്കടമല്ല, നവീൻ ബാബുവിന്റെ മരണത്തിലുണ്ടായ സങ്കടം കൊണ്ടോ പ്രതിഷേധം കൊണ്ടോ അല്ല, അതുപോലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടമോ പ്രതിഷേധമോ അല്ല, പിന്നെ അർജുന്റെ മരണത്തിൽ ഉണ്ടായ സങ്കടമോ പ്രതിഷേധമോ ഒന്നുമല്ല, അല്ലെങ്കിൽ അവിടെ കണ്ടെത്താൻ വൈകിയതിലുള്ള പ്രതിഷേധമൊന്നുമല്ല. ഇവിടെ മാധ്യമങ്ങൾക്ക് വാർത്ത ഇല്ലാതിരുന്നു കൊണ്ട്, ആ സമയത്ത് വാർത്ത ഇല്ലാത്തത് കൊണ്ട് മാത്രം സെൻസേഷണൽ വാർത്ത എന്ന നിലയിൽ എല്ലാവരും കൂടി വലിയ വാർത്ത ഉണ്ടാക്കി ഒരു ഓളം ഉണ്ടാക്കിയതാണ് എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇത്രയും വലിയ ദാരുണമായ ഒരു അപകടം ഉണ്ടായിട്ട് എന്തുകൊണ്ട് വാർത്ത ചെയ്യുന്നില്ല? ആരാണ് ഈ അപകടത്തിന്റെ യഥാർത്ഥ ഉത്തരവാദി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം അവിടെ പട്രോളിംഗ് ഇല്ലായിരുന്നു. അതുപോലെ ജനങ്ങൾ കണ്ട വിഷയങ്ങൾ ജനങ്ങൾ കണ്ടു എന്ന് പറഞ്ഞിട്ടും അത് യഥാസമയം പോലീസോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഗതാഗത വകുപ്പോ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ആരും തന്നെ കണ്ടില്ല. അതൊക്കെ മന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്. എന്നിട്ട് മന്ത്രിയുടെയും തങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെയും കഴിവുകേട് മറച്ചുവെക്കാൻ വേണ്ടി ആ ലോറിയുടെ RCയും അതുപോലെ അതിന്റെ പെർമിറ്റും ഒക്കെ കട്ട് ചെയ്യുക, അതുപോലെ ആ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കേസെടുക്കുക, ഇങ്ങനെ ലളിതമായ ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ സ്വയം രക്ഷപ്പെടാനുള്ള ചടങ്ങുകൾ ഒരുക്കുകയാണ് ചെയ്തത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തൊരു ദുരന്തമാണ് നമ്മുടെ സർക്കാരും എന്തൊരു ദുരന്തമാണ് നമ്മുടെ മീഡിയകളും എന്ന്. റോഡ് അപകടങ്ങൾക്ക് പ്രധാന കാരണം ഇവിടെ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയും മറ്റുമാണ്. കൃത്യമായ സിഗ്നലുകളില്ല, കൃത്യമായി അങ്ങ് കടക്കരുത് എന്നുള്ള ബോർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ റോഡിലൂടെ സഞ്ചരിച്ചാൽ നമുക്കറിയാം, അവിടെ ഇവിടെ ചില ക്യാമറകൾ വെച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചെടുത്തോണം ഇവിടെ ഇത്ര വേഗതയിലാണ് പോകേണ്ടത് എന്ന്. ഒരു റോഡിലൂടെ ഏത് വേഗതയിലാണ് വാഹനം ഓടിക്കേണ്ടെന്നോ, എവിടെയൊക്കെ വളവുകളുണ്ടെന്നോ, എന്തൊക്കെ സാഹചര്യമാണ് ഉള്ളതെന്നോ ഡ്രൈവർമാർ ഗണിച്ച്
കണിയാന്റെ പണിയെടുത്തുകൊണ്ട് ഓടേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള യാതൊന്നും തന്നെയില്ല. ഈ ഉള്ളവനൊരു ഫൈൻ അടച്ചു 1500 രൂപ. പൊന്നാനി കൂടെ വണ്ടി ഓടിച്ചിട്ടാണ്. പൊന്നാനി രാത്രി 4 മണിക്ക് ഞാനത് വാഹനം ഓടിക്കുമ്പോൾ ആ റോഡിൽ ഒരു വ്യക്തിയുമില്ല, ആരുമില്ല, ഫുള്ള് കാലിയാണ്. ഞാൻ കരുതുന്നത് ഹൈവേയിലൂടെ 80 കിലോമീറ്റർ വേഗതയിൽ വണ്ടി ഓടിക്കാമെന്നാണ്. ഞാൻ 80 കിലോമീറ്ററിലൂടെ താഴെയിട്ട് വണ്ടി ഓടിച്ചു പോയി. പക്ഷെ എനിക്കൊരു ഫൈൻ വന്നു 1500. അവിടെ ഒരു 3 കിലോമീറ്റർ ഭാഗത്ത് 50 കിലോമീറ്റർ വണ്ടി ഓടിക്കാറുള്ളൂ അത്രേ. അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, ഞാൻ സങ്കല്പിച്ചോണമെന്നായിരുന്നു. അതായത് ഒരു ബോർഡോ കാര്യങ്ങളോ യാതൊന്നും തന്നെ ഇല്ല. 50 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റാണ് ഇനി എന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു 50 കിലോമീറ്റർ വേഗതയിൽ പോകേണ്ട ആവശ്യവുമില്ല. അപ്പോ തികച്ചും അശാസ്ത്രീയമായി കൊള്ളയടിക്കാനും പിടിയാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതല്ലാതെ ഇവിടെ ജനസുരക്ഷയ്ക്കോ വാഹന സുരക്ഷയ്ക്കോ അപകടമുണ്ടാകാതെ വാഹനം ഓടിക്കുന്നതിനോ ഒന്നും ഒരു സംവിധാനവും ഇവിടെ ഇല്ല. ഇത്തരം കാര്യങ്ങൾ വാർത്തയാക്കാനോ ഗതാഗത വകുപ്പ് അടക്കം മറ്റുള്ളവരെ ഊർജ്ജസ്വലായി നിൽക്കാനോ ഇവിടെ മാധ്യമങ്ങൾക്കും യാതൊരു ഉത്തരവാദിത്വമില്ല. മീഡിയകൾക്ക് ഈ 5-6 പേർ 6-7 പേർ വരെ മരിച്ചു എന്ന് പറയുന്നുണ്ട്. അത്രയും ആൾക്കാർ മരണപ്പെട്ടിട്ടും അതിലേറെ പേർക്ക് അപകടമുണ്ടായിട്ടും ഇനി ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ദുരന്തത്തിലും ദുരിതത്തിലുമായിട്ടും ഈ മീഡിയകൾ അത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മനസ്സെന്താണ്, അവരുടെ മനസാക്ഷി എന്താണെന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. അപ്പോ അർജുനു വേണ്ടിയും അതുപോലെ സിദ്ധാർത്ഥിന് വേണ്ടിയിട്ടും നവീൻ ബാബുവിന് വേണ്ടിയും ഒക്കെ കണ്ണീരൊഴുക്കിയത് ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് ചിന്തിച്ചു പോണത്.